ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെറ്റബോളിസം ഓഫ് കൈലോമൈക്രോൺസ് ആണ്. പ്രീവിയസ് ക്ലാസ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ലിപ്പോപ്രോട്ടീൻ്റെ ക്ലാസ് കണ്ടില്ലേ? നമുക്ക് അതിൽ പഠിപ്പിച്ചാണ് കൈലോമൈക്രോൺസ് ക്ലാസിഫിക്കേഷൻ. വൺ ഓഫ് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ലിപ്പോപ്രോട്ടീൻസ് ആണ് കൈലോമൈക്രോൺസ്. വെരി ലോ ഡെൻസിറ്റി, ഏറ്റവും കൂടുതൽ ലോ ഡെൻസിറ്റി കുറവുള്ളതിന് കൈലോമൈക്രോൺസിനാണ്. അപ്പോൾ ഫങ്ഷൻസ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പഠിപ്പിച്ചത് കൈലോമൈക്രോൺസിൻ്റെ ഫങ്ഷൻ എന്താ? ഇറ്റ് ട്രാൻസ്പോർട്ട് എക്സോജിനസ് ട്രൈഗ്ലിസറൈഡ്സ് ഫ്രം ദി ഇൻറ്റസ്റ്റൈൻ ടു എക്സ്ട്രാ ഹെപ്പാറ്റിക് പെരിഫറൽ ടിഷ്യൂ ലൈക്ക് അഡിപ്പോസ് ടിഷ്യൂ, സ്കെൽറ്റൽ മസിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ കൈലോമൈക്രോൺസ് എങ്ങനെയാണ് അതിൻ്റെ ഫങ്ഷൻസ്, എക്സോജിനസ് ട്രൈഗ്ലിസറൈഡ്സ് ഇൻറ്റസ്റ്റൈനിന് എങ്ങനെ പെരിഫറൽ ടിഷ്യൂലോട്ട് അത് എത്തിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ സൈക്കിൾ ഉണ്ടല്ലോ, ഞാൻ സൈക്കിളും തന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ ബ്രീഫായിട്ടൊരു നോട്ടും തന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ പഠിച്ചിട്ട് ഇത് അങ്ങ് എഴുതി വെച്ചാൽ മതി, ഫുൾ മാർക്ക് കിട്ടും. പ്രീവിയസ് ആയിട്ട് ഷോർട്ടസ്റ്റ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, പെട്ടെന്ന് തന്നെ പഠിക്കാം. ഈ സൈക്കിൾ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, സിമ്പിളാണ്, ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ഈ മെറ്റബോളിസം ഓഫ് കൈലോമൈക്രോൺസ് മെയിൻ സൈറ്റ് എന്ന് പറയുന്നത് മെയിൻലി അഡിപ്പോസ് ടിഷ്യൂ, സ്കെൽറ്റൽ മസിലൊക്കെയാണ്. നമുക്ക് നോക്കാം. ആദ്യം ഫ്രം ദ ലിവറിൽ നിന്നുള്ള എൻഡോജീനസ് കൊളസ്ട്രോളും പിന്നെ നമ്മുടെ ഡയറ്ററി കൊളസ്ട്രോൾ ആൻഡ് ട്രൈഗ്ലിസറൈഡ്സ്, നമ്മൾ കഴിച്ച ഫുഡിലുള്ള ഡയറ്ററി കൊളസ്ട്രോളും രണ്ടുകൂടെ എവിടെ എത്തുന്നു? നമ്മുടെ ഇൻറ്റസ്റ്റൈനിലെത്തുന്നു. അതാ ഇപ്പോൾ ഇവരെവിടെ എത്തി? നമ്മുടെ ഇൻറ്റസ്റ്റൈനിലെത്തിയിട്ടോ. ഇൻറ്റസ്റ്റൈനിലെത്തിയിട്ട് എന്ത് ചെയ്യുന്നു? ഇൻറ്റസ്റ്റൈനിൽ വെച്ചാണ് നമ്മുടെ കൈലോമൈക്രോൺസ് ഫോം ചെയ്യുന്നത്. കൈലോമൈക്രോൺസ് ഫോം ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ഇൻറ്റസ്റ്റൈനിൽ മ്യൂക്കോസൽ സെൽസിൽ വെച്ചിട്ടാണ് കൈലോമൈക്രോൺസ് ഫോം ചെയ്യുന്നത്. അവിടെ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടുണ്ടാകുന്ന കൈലോമൈക്രോൺസ് ഒരിക്കലും കംപ്ലീറ്റ് സ്ട്രക്ചറോടുകൂടെ കൈലോമൈക്രോൺസ് അവിടെ ഫോം ആവുന്നില്ല, പിന്നീടാണ് കംപ്ലീറ്റ് ആവുന്നത്. അവിടെ വെച്ചിട്ടുണ്ടാകുന്ന കൈലോമൈക്രോൺസിൻ്റെ കൂടെ ഏതൊക്കെ അപ്പോലിപ്പോപ്രോട്ടീൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ലിപ്പോപ്രോട്ടീൻസിന് ഒരു പ്രോട്ടീൻ പാർട്ടുണ്ട്, അതാണ് അപ്പോലിപ്പോപ്രോട്ടീൻസ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ലിപ്പോപ്രോട്ടീനായ കൈലോമൈക്രോൺസിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടാകും? അപ്പോ-എ ഉണ്ടാവും, അപ്പോ-ബി-4-8 ഉണ്ടാവും. ഇനി ഉണ്ടല്ലോ, നമ്മുടെ ഈ കൈലോമൈക്രോൺസ് എങ്ങോട്ടാണ് പോകുന്നത്? നെക്സ്റ്റ് നമ്മുടെ കൈലോമൈക്രോൺസ് പോകുന്നത് ബ്ലഡിലോട്ട് പോകും. നമ്മുടെ ലിംഫിലെത്തിയിട്ട് ലിംഫ് വഴി ബ്ലഡിലോട്ട് പോകും. ബ്ലഡിൽ വെച്ചിട്ടാണ് എന്താകുന്നത്? നമ്മൾ കംപ്ലീറ്റ് കൈലോമൈക്രോൺ ഫോം ചെയ്യുന്നത്. ബ്ലഡിൽ വെച്ചിട്ട് HDL നിന്ന് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനിൽ നിന്ന് അപ്പോ-C2വും അപ്പോ-Eയുടെ എന്ത് ചെയ്യും? കൈലോമൈക്രോൺസിനു കൂടെ ജോയിൻ ആകും. അങ്ങനെ നമ്മുടെ കൈലോമൈക്രോൺ എന്താവും? ഒരു കംപ്ലീറ്റ് കൈലോമൈക്രോണായി മാറും. ഈ കംപ്ലീറ്റ് കൈലോമൈക്രോൺസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഫോം ചെയ്ത കംപ്ലീറ്റ് കൈലോമൈക്രോൺസ് പിന്നീട് കാപ്പിലറീസിലോട്ട് പോകും. അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ എക്സ്ട്രാ ഹെപ്പാറ്റിക് ടിഷ്യൂ അബ്സോർപ്ഷൻ നടക്കുന്നത്. മെയിനായിട്ട് പറഞ്ഞല്ലോ, മെറ്റബോളിസം നടക്കുന്നത് മസിലിൽ അഡിപ്പോസ് ടിഷ്യൂ അവിടെയാണ്. ഈ കാപ്പിലറീസ് ചെന്നിട്ട് ഈ കാപ്പിലറീസിന് നേരെ അങ്ങ് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. ഈ ട്രൈഗ്ലിസറൈഡ്സിന് എന്ത് ചെയ്യണം? ഹൈഡ്രോലൈസ് ചെയ്യണം. അതിനുവേണ്ടി ഒരു എൻസൈം നമുക്ക് വേണം. ആ എൻസൈമിൻ്റെ പേരാണ് ലിപ്പോപ്രോട്ടീൻ ലിപ്പേസ്, LPL എന്ന് പറയും. അപ്പോൾ ഈ LPL പ്രസൻറ്റ് ചെയ്തിട്ട് എവിടെയെന്ന് വെച്ചാൽ LPL ഈസ് പ്രസൻറ്റ് ഇൻ ദ എൻഡോത്തീലിയൽ ലെയർ ഓഫ് കാപ്പിലറീസ്. ഈ കാപ്പിലറീസിൻ്റെ എൻഡോത്തീലിയൽ ലെയറിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ LPL ഉണ്ടല്ലോ, ഈ LPL ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ LPL എന്തിനു ആവശ്യമാണ്? നമ്മുടെ ഈ ട്രൈഗ്ലിസറൈഡിനെ ഹൈഡ്രോലൈസ് ചെയ്തിട്ട് ഫ്രീ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കിയാൽ മാത്രമേ നമ്മുടെ മസിലിനും അഡിപ്പോസ് ടിഷ്യൂവിനൊക്കെ അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ LPL ആവശ്യമാണ്. ഈ LPL ഈസ് ഓൺലി പ്രസൻറ്റ്, എല്ലായിടത്തും LPL പ്രസൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും നടക്കില്ല, ഈ ഹൈഡ്രോളിസിസ് നടക്കില്ല, അബ്സോർപ്ഷൻ നടക്കില്ല. ഈ LPL ഉള്ളിടത്തേ നടക്കുള്ളൂ. LPL ഈസ് മെയിൻലി പ്രസൻറ്റ് ഇൻ ദ കാപ്പിലറീസ് ഓഫ് മസിൽസ്, അഡിപ്പോസ് ടിഷ്യൂ ആൻഡ് സം other peripheral tissue also. ഓക്കെ, അങ്ങനെ LPL വന്നു. നമ്മുടെ ട്രൈഗ്ലിസറൈഡിനെ ഫ്രീ ഫാറ്റി ആസിഡായിട്ടും ഗ്ലിസറോളായിട്ടും അത് ഹൈഡ്രോളൈസ് ചെയ്തു. അതിനുശേഷം ഫ്രീ ഫാറ്റി ആസിഡ് എന്ത് ചെയ്യുന്നു? മസിലും അഡിപ്പോസ് ടിഷ്യൂ അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇനി ഉണ്ടല്ലോ ബാക്കി നമ്മുടെ കൈലോമൈക്രോൺസ് വീണ്ടും ട്രാവൽ ചെയ്യാം. അബ്സോർപ്ഷൻ നടന്നു, ബാക്കിയുള്ളത് വീണ്ടും ബ്ലഡിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ കുറേ അധികം ട്രൈഗ്ലിസറൈഡ്സ് അതിന് ലോസായി. പക്ഷേ ദർ ഈസ് എ റെമനൻറ്റ് കൈലോമൈക്രോൺ. ഓക്കെ, ഈ റെമനൻറ്റ് ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ ലോസ് ആവുന്നുണ്ട്. അതിന് കുറച്ച് ആൾക്കാർ നഷ്ടപ്പെടും. ആരൊക്കെയാണ്? അപ്പോ-എ, അപ്പോ-C. ഇതിൽ രണ്ടും, ഈ അപ്പോ-എ ആൻഡ് അപ്പോ-C, രണ്ട് അപ്പോലിപ്പോപ്രോട്ടീൻ എന്ത് ചെയ്യും? നമ്മുടെ HDLലോട്ട് റിട്ടേൺ ബാക്ക് ചെയ്യും. ഓക്കെ അല്ലേ?
എന്നിട്ട് ബാക്കിയുള്ള നമ്മുടെ റെമനന്റ് കൈലോമൈക്രോൺ. അപ്പോൾ അതിൽ ആരൊക്കെയുണ്ട്? അതിൽ ഡയറ്ററി കൊളസ്ട്രോൾ ബാക്കി ഉണ്ട്, പിന്നെ ApoB48 ആൻഡ് ApoE, ഈ 2 അപ്പോലിപ്പോപ്രോട്ടീൻസും അതിൽ ബാക്കിയുണ്ട്. ഇവരാരും ബ്ലഡിലോട്ട് റിട്ടേൺ ആയില്ല, അപ്പോൾ അത് 2 ബാക്കിയുണ്ട്. ഈ റെമനന്റ് കൈലോമൈക്രോൺ എന്ത് ചെയ്യുന്നറിയോ? ഇറ്റ് റിട്ടേൺ ബാക്സ് ടു ലിവർ. ഇതൊരു സ്പെഷ്യൽ മെക്കാനിസത്തിലൂടെയാണ് ലിവറിലോട്ട് റിട്ടേൺ ബാക്ക് ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ്. ഇറ്റ് ഈസ് മീഡിയേറ്റഡ് ബൈ ലിപ്പോപ്രോട്ടീൻ ApoE. നമ്മുടെ ApoE നമ്മുടെ ലിവറിലുള്ള ഒരു റിസപ്റ്ററിലോട്ട് ബൈൻഡ് ചെയ്തിട്ട് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ കൈലോമൈക്രോണ്, റെമനന്റ് കൈലോമൈക്രോണ് ലിവറിലോട്ട് എൻ്റർ ആവുന്നത്. അപ്പോൾ ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ തന്നെ ഇവിടെ നല്ല വൃത്തിയിൽ ഒരു നോട്ടാക്കി എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കുക, പഠിക്കുക, സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലാണ്.